ആദ്യ അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ശരിക്കും നാളെയാണ് വരേണ്ടത്. പക്ഷെ അതിപ്പോൾ മാറ്റി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. റിലീസ് എന്തായാലും സിനിമയുടെ ടീം പുതിയ റിലീസ് ഇതായിട്ട് ഉടൻ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഭാവന ചേച്ചിയുടെ സിനിമയാണ് ഈ വർഷത്തെ അനോമി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ രാവിലെ ആരംഭിച്ചതാണ്. എന്തായാലും നാളെയാണ് റിലീസ്. ഒരു മാസം 6-ാം തീയതി നല്ല അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നത് ചെയ്യാൻ. നമുക്ക് റിയാസ് മാർത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ആനിമൽ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറാണ്. ഈ വർഷം ഫാമിലി കോമഡി സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് ആശകളായിരം എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ ഒരു സിനിമ. ബുക്കിംഗ് രാവിലെ ആരംഭിച്ചതാണ്. നാളെയാണ് ഫെബ്രുവരി മാസം 6-ാം തീയതി റിലീസ്. ജയറാം, കാളിദാസ് എന്നിവർ അഭിനയിക്കുന്ന സിനിമയാണ്. അത്രയ്ക്ക് നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കേട്ട ഈ ഒരു സിനിമയ്ക്ക്. മറ്റൊരു തമിഴ് സിനിമയാണ് നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമ. അനുസരാജനും സിനിമയിലൊരു നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും പടം ഡയറക്ഷൻ ചെയ്യുന്ന മാതനാണ്. എന്തായാലും നാളെയാണ് റിലീസ്. എന്തായാലും ഒരു പ്രണയ സിനിമയ്ക്ക് നല്ലൊരു ട്രെൻഡിങ് ആവാൻ ചാൻസ് കാണുന്നുണ്ട് കേരളത്തിൽ. അടുത്ത അപ്ഡേറ്റ് ജനനായകൻ തലപതി അണ്ണൻ സിനിമേൻ്റെ തന്നെയാണ്. പടത്തിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ്. സിനിമയ്ക്ക് ഈ ഒരു സെൻസറിങ്ങിനായിട്ട് സാവകാശം കുറച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 60 ദിവസമാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അത് 18 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്, വെട്ടിമുറിച്ചിട്ടുണ്ട്. എന്തായാലും അത് സിനിമയുടെ റിലീസിന് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മാർച്ച് മാസം ആദ്യ വാരം റിലീസ് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചാൻസ് കാണുന്നത്. നമ്മുടെ പവൻ കല്യാൺ, ശ്രീലീല എന്നിവർ അഭിനയിച്ചൊരു സിനിമ വരുന്നുണ്ട്. ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞ പവൻ കല്യാൺ സിനിമ. റോക്ക് സ്റ്റാർ DSP ആണ് പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഹരീഷ് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിലവിൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പടത്തിൻ്റെ റിലീസ് തീയതി കൺഫേം ആക്കുന്ന ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ഈ ഒരു അന്യഭാഷാ തെലുങ്ക് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന വേൾഡ് വൈഡ്. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു തമിഴ് സിനിമയാണ് നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ആദ്യ ഫസ്റ്റ് ലുക്ക് അതുപോലെ തന്നെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖം തന്നെയാണ് ലെജൻഡ് എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായ സർവണൻ, അല്ലെങ്കിൽ നമ്മുടെ ലെജൻഡ് സർവണൻ. എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ലീഡർ എന്ന് പറഞ്ഞ സിനിമ ഇദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന, ഇദ്ദേഹം തന്നെ അഭിനയിക്കുന്ന സിനിമ. ഏപ്രിൽ 3-നാണ് ഈ വർഷം സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഗരുഡൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ണിമുകുന്ദൻ സിനിമയിൽ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പിന്നെ ഗിബ്രാൻ ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസർ. നമ്മുടെ റാം ചരൻ്റെ അടുത്തൊരു സിനിമ വരുന്നുണ്ട്. പേടി എന്നാണ് സിനിമ പേര് നൽകിയിരിക്കുന്നത്. റാം ചരൺ, ജെവിനി കപൂറൊക്കെയാണ് സിനിമയിലെ അഭിനയിക്കുന്നത്. AR റഹ്മാനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ബുച്ചി ബാബു സെനയാണ്. ഉപ്പന്ന എന്നാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ. എന്തായാലും പടത്തിൻ്റെ റിലീസ് മാർച്ച് മാസം 27-ാം തീയതി കുറച്ചും കൂടി ഡിലേ ആക്കിയിട്ടുണ്ട്. 30-ാം തീയതിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഏപ്രിൽ മാസം ഈ വർഷം. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു പടത്തിൻ്റെ റിലീസിനായിട്ട്. നമ്മുടെ ആസിഫ് അലി അഭിനയിക്കുന്ന പുതിയ സിനിമയാണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്ന ടക്കീറ്റ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മോളിവുഡിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ബിഗ്ഗസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. രവി ബസൂറാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. രോഹിത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ആസിഫ് അലി, ലൂക്ക്മാൻ, നെസ്ലൻ, അങ്ങനെ ഒരുപാട് വലിയ കാസ്റ്റ് കാണുന്നുണ്ട് സിനിമയിൽ. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് ഒരു ബർത്ത്ഡേ ഗ്ലിംസ് വന്നിട്ടുണ്ട്. സിനിമേൻ്റെ യാതൊരു കട്ടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫോർത്ത് ബോൾ ബ്രേക്കിംഗ് ആയ ഒരു കോൺവെർസേഷൻ മാത്രമാണ്. എന്തായാലും ക്യാരക്ടറിൻ്റെ നെയിമും റിവീൽ ആയിട്ടുണ്ട് ആ ഒരു ഗ്ലിംസിലൂടെ. അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മുടെ ധനുഷിൻ്റെ 55-ാമത്തെ സിനിമ. പടത്തിൻ്റെ പൂജേൻ്റെ ഒരുപാട് സ്റ്റില്ല് പുറത്തിറങ്ങിയിട്ടുണ്ട്. പടത്തിൻ്റെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മെഗാസ്റ്റാർ മമ്മൂക്ക, ധനുഷ്, ശ്രീലീല, സായി പല്ലവി എന്നിവരൊക്കെയാണ് പടത്തിലെ കാസ്റ്റ്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കറാണ്. നമ്മുടെ രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതൊരു സ്പൈ ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന. പടത്തിൻ്റെ കഥ പരിശോധിക്കുമ്പോൾ നമ്മുടെ ധനുഷിൻ്റെ 55-ാമത്തെ സിനിമ. എന്തായാലും കമ്പത്ത് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയായിട്ട് വീണ്ടും ഒന്നിക്കുകയാണ് നമ്മുടെ ധനുഷ്. നമ്മുടെ ലോക സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ 2-ാം ഭാഗത്തിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഉണ്ട്. പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു വർഷാവസാനമാണ്. സിനിമ അടുത്ത വർഷം 2027 ആയിരിക്കും സമ്മറിന് റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഉടൻ തന്നെ. അടുത്ത അപ്ഡേറ്റ് കാർത്തി ബാബു എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. നമ്മുടെ രവി മോഹൻ അതുപോലെ തന്നെ ശക്തി, നാസർ എന്നിവർ അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന സമ്മർ സിനിമയാണ് കാർത്തി ബാബു എന്ന് പറഞ്ഞ സിനിമ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. ഹൈറസ് ജയരാജാണ് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. ഗണേഷ് കെ ബാബു ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. രവി മോഹൻ്റെ ഒരു കിടിലൻ പൊളിറ്റിക്കൽ ജേണി സിനിമയായിരിക്കും ഇത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു പടത്തിനായിട്ട്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ പാക്കപ്പ് ആയിട്ടുണ്ട് പടത്തിൻ്റെ ഷൂട്ട്.
അടുത്ത അപ്ഡേറ്റ് പ്രേമലു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ തന്നെയാണ്. പടം ഡ്രോപ്പ് ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ വർഷം റിലീസ് ചെയ്യാനിരുന്ന സിനിമയും കൂടി ആയിരുന്നു നമ്മുടെ ഭാവന സ്റ്റുഡിയോസിൻ്റെ അണ്ടറിൽ നിർമ്മിക്കുന്ന പ്രേമലു സിനിമയുടെ സെക്കൻഡ് പാർട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഇഷ്യൂസ് കാരണം പടം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മറ്റൊരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കും നമുക്ക് ഭാവന സ്റ്റുഡിയോസിൻ്റെ. നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത രൺബീർ കപൂർ അഭിനയിച്ച സിനിമയാണ് ആനിമൽ സിനിമ. സിനിമേൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആനിമൽ പാർക്ക്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കും നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ക നിലവിൽ നമ്മുടെ പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് പുള്ളിക്കാരൻ. ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ സിനിമ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് 2027 മിഡ് ആകുമ്പോഴേക്കും സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും എന്നാണ് നിലവിൽ പുള്ളിക്കാരൻ കൺഫേം ആക്കിയിരിക്കുന്നത്. നമ്മുടെ ആനിമൽ സിനിമയുടെ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വാങ്ക. കാത്തിരിക്കാം നമുക്ക് ആനിമൽ സിനിമ സെക്കൻഡ് പാർട്ടിനായിട്ട് ഉടൻ തന്നെയായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അല്ലു അർജുൻ്റെ 23ാമത്തെ സിനിമ നമ്മുടെ അറ്റ്ലിയാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു ഫാൻറ്റസി പടമാണ്. എന്തായാലും സിനിമയിൽ ഒരു വില്ലൻ വേഷത്തിൽ നമ്മുടെ രശ്മിക മന്ദാന ജോയിൻ ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് സിനിമയുടെ സെറ്റിൽ. എന്തായാലും 1 മാസത്തെ ഷൂട്ടിംഗ് ആണ് പുള്ളിക്കാരിക്കായിട്ട് ഈ സിനിമയിൽ വരാൻ പോകുന്നത്. ഒരു ഹെവി ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് വരുന്നത്. ഒരു ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമയൊക്കെ ആയിട്ട്. ഇതിലും കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.